നമ്മള് കാക്കഞ്ചേരി സ്പിന്നിങ് മില്ലെത്തി. സ്പിന്നിങ് മില്ല് താഴ്ഭാഗത്ത് കൂടെയാണ് പോണത്. ഗുരുവായൂർ 81 കിലോമീറ്റർ, കന്യാകുമാരി 450 കിലോമീറ്റർ. സ്പിന്നിങ് മില്ല് നമ്മൾ കഴിഞ്ഞ് കാക്കഞ്ചേരി എത്താൻ പോകുന്നു. കാക്കഞ്ചേരിയൊക്കെ കുട്ടമൂച്ചിക്ക് കുഞ്ഞുണ്ടടാ ചക്ക. കാക്കഞ്ചേരി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പാണമ്പ്ര കഴിഞ്ഞാൽ ചേളാരി. നമ്മൾ ചേളാരിന്ന് ഞങ്ങൾ റൈറ്റ് സൈഡ് പോയിട്ടാണ് പരപ്പനങ്ങാടി പോണത്. ഉണ്ടോ ഒരു ചങ്ങാതി കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് കൂടെ ഓവർടേക്ക് ചെയ്ത്. അവനൊന്ന് ഓൺ അടിച്ചിരുന്നെങ്കിൽ ഞാൻ ലെഫ്റ്റ് കൊടുക്കുമായിരുന്നു. കുട്ടുമൂച്ചി പോവാം. കുട്ടുമൂച്ചി ഉണ്ട്. പിന്നെ ചേളാരി കഴിഞ്ഞാൽ നമ്മള് കൂട്ടുമൂച്ചി പോയിട്ടാണ് പരപ്പനങ്ങാടിയിൽ എത്തുക. പരപ്പനങ്ങാടി അല്ല, ഉള്ളണത്ത് എത്തുക. പിന്നെ യൂണിവേഴ്സിറ്റി എത്താറായി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് പോകുന്നത് കൊണ്ടാണ് നമ്മൾ തേർഡ് ട്രാക്കിൽ തന്നെ പിടിച്ചത്. 100-110 സ്പീഡിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് തേർഡ് ട്രാക്ക് പിടിച്ചത്. നമ്മള് സ്പീഡൊന്ന് കുറച്ചപ്പോ സെൻട്രലിലെ ട്രാക്കിലേക്ക് ആക്കി. ഈ ഇന്നോവ അവിടെ എക്സിറ്റ് അടിക്കുകയാണ്. ചെട്ടിയാർമാട് എക്സിറ്റ് ആണ്. ചെട്ടിയാർമാട് എക്സിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി എത്തും. ആലപ്പുഴയ്ക്ക് ഇവിടുന്ന് 200 കിലോമീറ്റർ ആണ്. കൊല്ലത്തേക്ക് 300 കിലോമീറ്റർ. നമ്മുടെ യൂണിവേഴ്സിറ്റി എത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വലത്തെ സൈഡിൽ കാണുന്നത്. NH66 പണി കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് നിന്ന് ചേളാരി അല്ലെങ്കിൽ തലപ്പാറയ്ക്ക് എത്താൻ വെറും 10-20 മിനിറ്റ് മതി. ആദ്യം നമുക്ക് 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ സമയം വേണ്ടെടുത്താണ്. ബ്ലോക്കും കൂടി ആകുമ്പോൾ 2 മണിക്കൂർ വേണം. അപ്പം വെറും 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് തലപ്പാറ 40ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണത്. 1 മണിക്കൂറും വേണ്ട, 40 കിലോമീറ്റർ 40 മിനിറ്റ് മതി. വെറും 40 മിനിറ്റ് കൊണ്ട് 40 കിലോമീറ്റർ. ഇത് പാണമ്പ്രയാണ്. പാണമ്പ്ര എത്തി. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് പാണമ്പ്ര കഴിഞ്ഞാൽ നമ്മൾ ചേളാരി എക്സിറ്റ് അടിക്കും. ചേളാരിന്ന് നമ്മൾ റൈറ്റ് സൈഡ് പോയിട്ട് അണ്ടർപാസിലൂടെ കടന്ന് പരപ്പനങ്ങാട് റോഡിലേക്ക് കടക്കും. ചേളാരി എക്സിറ്റ് ചെയ്യാൻ പോവാണ് നമ്മള്. ചേളാരി എക്സിറ്റ്. കുട്ടുമൂച്ചി ഇത് കഴിഞ്ഞിട്ടല്ല മോനൂസേ. പരപ്പനങ്ങാടിയിലേക്ക് പോകുന്നവർക്ക്, പരപ്പനങ്ങാടി തിരൂര് ഭാഗത്തേക്കൊക്കെ പോണത് NH66 അല്ല. ഈ ചേളാരിയിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ അറിയത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചേളാരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണം. തിരൂര്, ഗുരുവായൂര്, ചമ്രവട്ടം, അതുപോലെ പരപ്പനങ്ങാടി അവിടത്തേക്കൊക്കെ. അവിടെ നിന്ന് NH66 അല്ല. ഈ കോട്ടക്കൽ വഴി, കോട്ടക്കലിനടുത്ത് കൂടെ അങ്ങനെ പോയിട്ട് കുറ്റിപ്പുറം അതിലൂടെയാണ് പോകുന്നത്.